നമസ്കാരം, ബ്രേക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇംപ്ലിമെൻറ്റേഷൻ എത്തുമ്പോൾ പല സോഫ്റ്റ്വെയറുകളും പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്രേപ്സ് വളരെ മനോഹരമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്നൊരു ഹോസ്പിറ്റൽ ഡിജിറ്റലൈസേഷനിലേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതെന്ന്. അത് സാധാരണ മറ്റു സോഫ്റ്റ്വെയറുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ അയലത്തെ തോട്ടത്തിലെ മുല്ലയ്ക്കും മണമുണ്ട്. ചെയ്യുന്നത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത് ട്രെയിനിങ് സെഷൻസിൽ. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മൈൻഡ് ഓപ്പണിംഗ് സെഷൻ നടത്തുമ്പോൾ നമ്മൾ ഡിജിറ്റലൈസേഷൻ എന്താണ്, ഡിജിറ്റലൈസേഷൻ ഒരു ഹോസ്പിറ്റലിന് എന്തിനാണ് വേണ്ടുന്നത്, ഡിജിറ്റലൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ആ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലിലുള്ള എംപ്ലോയീസിന് വരെ കൃത്യമായ ധാരണ കൊടുക്കുന്നുണ്ട്. ഇതുമൂലമാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിജിറ്റലൈസേഷൻ പോസിബിൾ ആകുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൈൻഡ് ഓപ്പണിംഗ് സെഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ മലബാറിൻ്റെ തിലകക്കുറിയായ MK ഹാജി ഓർഫണേജ് ഹോസ്പിറ്റല് നമ്മളിപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചെയ്ത ആ മൈൻഡ് ഓപ്പണിംഗ് സെഷനും മറ്റ് സെഷൻസ് ഇനിഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മളിവിടെ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യുന്നു. 70കളുടെ പകുതിയിലാണ് ഡിജിറ്റൽ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു തോട്ട് പ്രോസസ്സിന് തുടക്കം കുറിച്ചത്. ആ കാലഘട്ടത്തിൽ പക്ഷെ ഇന്നുള്ളതുപോലെയുള്ള ടെക്നോളജികൾ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്ററുകളുടെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ് കുറച്ചെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഓർഡേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന മെക്കാനിസം, ഹാൻഡ് റൈറ്റിങ്ങിന് പുറത്തേക്കൊരു മാറ്റം ലോകത്തിൽ വന്നത്. പക്ഷെ അത് സക്സസ്ഫുൾ ആയ ടെക്നോളജി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം ടൈപ്പ് റൈറ്റർ ഇലക്ട്രോണിക്സ് ആവുമ്പോൾ സൗണ്ട് പൊല്യൂഷൻ കുറഞ്ഞു കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും കീ സ്ട്രോക്സിനെ കുറിച്ചുള്ള നോളജ്, പഠനം എല്ലാം അവിടെ ആവശ്യമാണ്, അസിസ്റ്റൻസിനെ ആവശ്യമാണ്. ആ ഒരു പ്രോബ്ലം ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിയാവുന്ന ഒരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുടെ പുറകെ പോകാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചത്. അതിന്റെ കാരണം നമ്മൾ ഓർഡേഴ്സ് എഴുതുന്നത് വളരെ കൃത്യതയോടുകൂടി നമ്മളുടെ അന്വേഷണത്തിലും മനസ്സിലാക്കലിലും പരിചയത്തിൽ നിന്നായിരിക്കും. ആ ഓർഡറുകളെ മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫാർമസിസ്റ്റോ നേഴ്സോ അത് വായിച്ചെടുക്കുന്നിടത്ത് വരുന്ന തെറ്റുകളിൽ തുടങ്ങി ഒരു പേഷ്യന്റിന് കിട്ടുന്ന റിസൾട്ടില് പ്രോബ്ലം വരാം. ഒരു ഹാൻഡ് റൈറ്റിംഗ് ചിരപരിചിതമായ സ്റ്റാഫിന് പ്രയാസമില്ലായിരിക്കാം. പുതിയൊരു സ്റ്റാഫ് വരുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒരു പ്രയാസമായി മാറും. അന്നേരം ആ ഡോക്ടറോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എങ്കിൽ അവർ മനസ്സിലാക്കിയത് വെച്ച് അവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇതിന്റെ ഒരു സൊല്യൂഷനായിട്ട് ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നൊരു ചിന്ത വന്നത്. ആദ്യകാലത്തെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകള് വെൽ എഞ്ചിനീയർഡ് ആയിരുന്നു, എന്നിട്ടും പരാജയപ്പെട്ടു. അതിനൊരു കാരണമുണ്ടായിരുന്നത് ഡേറ്റ പോപ്പുലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അതിന് എപ്പോഴും അസിസ്റ്റൻസ് വേണം ഡോക്ടർക്ക് എന്ന സാഹചര്യത്തിലായിരുന്നു ആ വെൽ എഞ്ചിനീയർഡ് സോഫ്റ്റ്വെയർസ് എല്ലാം ഉപയോഗിക്കപ്പെട്ടിരുന്നത്. കാരണം ഡോക്ടേഴ്സിന് കമ്പ്യൂട്ടറിൽ പോയി കീബോർഡിലോ മൗസിലോ ഒന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. പേഷ്യൻസിനെ തൊട്ടു നോക്കി പേപ്പറിൽ പേന കൊണ്ട് പിടിച്ച് എഴുതി ആ ഡിസിഷൻ എഴുതുന്ന ഒരു OP കൺസൾട്ടേഷൻ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകം മുഴുവനും ഒരു നല്ല ശീലമായി, നല്ല പ്രാക്ടീസായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു മാറ്റം അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. അവിടെയാണ് ഈ ഒരു ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് എന്നത് എപ്പോഴും ഫെയിലിയർ ആയിക്കൊണ്ടിരുന്നത്. കോടിക്കണക്കിന് രൂപയാണ് പല ഹോസ്പിറ്റലിലും ആദ്യ കാലങ്ങളിൽ ഇതിനുവേണ്ടി ചെലവാക്കി പരാജയപ്പെട്ടത്. എന്നാൽ US UK പോലെയുള്ള പല രാജ്യങ്ങളിലും കാനഡയിലും ഒക്കെ
ചില കാലഘട്ടങ്ങളിൽ ഡോക്ടേഴ്സിന് ചില ബെനിഫിറ്റുകൾ കൊടുക്കാൻ പോലും തുടങ്ങി. നിങ്ങൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ബെനിഫിറ്റ് ഉണ്ട്, ടാക്സ് എക്സെപ്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യപ്പെട്ട കാലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴും കൃത്യമായ ഒരു പുരോഗതി ഉണ്ടായിരുന്നില്ല കോവിഡ് വരെ. കോവിഡ് സമയത്തിന് മുമ്പ് പലരും ഡിജിറ്റലാക്കി ഹോസ്പിറ്റലിനെ. ഞാൻ തന്നെ കോവിഡിന് മുമ്പ് ഇന്ത്യയിൽ ഏകദേശം 200-നടുത്ത് ഹോസ്പിറ്റലിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു റെഗുലർ പ്രാക്ടീസായി അത് മാറിയിരുന്നില്ല. കോവിഡോടുകൂടി നമ്മൾ അതിലേക്ക് എത്തി. ഇനി ഇതിൽ നമ്മൾ ഫേസ് ചെയ്തിരുന്ന 1-2 പ്രശ്നങ്ങളാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാതലായ പിന്മാറ്റത്തിന് കാരണം. ആ പ്രശ്നം ഇതാണ്: നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് നോളജ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നവരാണ്. ജൂനിയേഴ്സ് പലപ്പോഴും നോൺ നോളജ് ബേസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്നവരാണ്. ഇത് 2 കാറ്റഗറിയാണ്. അപ്പൊ ഈ സീനിയർ ഡോക്ടേഴ്സിന്റെ പ്രസൻസ് ആണ് ഒരു ഹോസ്പിറ്റലിനെ നിലനിർത്തുന്നത്. പലപ്പോഴും ജൂനിയേഴ്സ് ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് വരെയും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സീനിയർ ഡോക്ടേഴ്സ് പലപ്പോഴും കമ്പ്യൂട്ടർ അല്ലെ ഡിജിറ്റൽ എന്ന മേഖലയിൽ മൈഗ്രൻസ് ആണ്. കീബോർഡിൽ എ എവിടെയാണ്, എസ് എവിടെയാണ്, എഫ് എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടും. അപ്പൊ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക? മൗസ് ഈ അറ്റത്തിരിക്കുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മിക്കവാറും അത് ഡബിൾ ക്ലിക്കിന് പകരം ആ ഐക്കൺ എടുത്ത് മേളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടാവും. ആ രീതിയിൽ ആ മൗസിന്റെ മൂവ്മെന്റുമായിട്ട് പൊരുത്തപ്പെടാൻ പ്രയാസപ്പെടുന്നുണ്ടാവും. അപ്പൊ ഇത് ആക്ച്വലി നാച്ചുറൽ ആണ്. നമ്മൾ ഏത് കാര്യം പുതുതായിട്ട് പഠിക്കുമ്പോഴും അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഞാൻ 24 കൊല്ലം മുമ്പ് ഇത് തുടങ്ങുമ്പോ ഒരു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വിരലുണ്ടാവുന്നവരായിരുന്നു. ഒരു സന്തോഷകരമായ കാര്യം അതിൽ പറയാനുള്ളത്, എനിക്ക് അന്ന് ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് കിട്ടിയതിൽ മെജോറിറ്റിയും 70 വയസ്സിന് മേളിൽ പ്രായമുള്ള ഡോക്ടർമാരായിരുന്നു. അവരുമായിട്ടുള്ള ഡിസ്കഷൻസിൽ നിന്നാണ് എങ്ങനെയാണ് ഒരു ഡോക്ടറുടെ OPD-യിൽ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും ഉപയോഗിപ്പിക്കാനും പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ എക്സ്പീരിയൻസ് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ വിത്തിൻ ഡേയ്സ് ഇതുമായിട്ട് പൊരുത്തപ്പെടും. പെട്ടെന്ന് അവർ പഠിച്ച് ചെയ്യും. കാരണം അവർക്കാകെ ആ കീബോർഡ് മൗസും ഒക്കെ ഉപയോഗിക്കുന്നതിൽ പ്രാക്ടീസ് വന്നാൽ മാത്രം മതി. ബാക്കി എല്ലാവരുടെ ഉള്ളിലുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ അവിടെ ഇല്ല. ആകെ ആ ഡിവൈസുകളെ പരിചയപ്പെട്ടാൽ മതി. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നത് കാണാറുണ്ട് നമ്മളുടെ ജൂനിയർ ഡോക്ടേഴ്സ്. പക്ഷെ ഇപ്പൊ അതും മാറിയിട്ടുണ്ട്. കാരണം അവര് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങിയ ഡോക്ടേഴ്സ് ഒക്കെ ഇന്ന് പ്രായമായി ഡോക്ടറായി സ്പെഷ്യാലിറ്റി എടുത്തെത്തിയവർ സ്കൂൾ തലത്തിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങിയവരുണ്ട്. സോ അതുകൊണ്ട് ട്രെയിനിങ് സെഷൻസിൽ ഞങ്ങൾ പലപ്പോഴും പണ്ട് 3 സെഷൻ പറയുമായിരുന്നു. ഇപ്പൊ 2 സെഷനെ പറയാറുള്ളൂ. കാരണം മൈഗ്രൻസ് ഡോക്ടേഴ്സും നേറ്റീവ് ഡോക്ടേഴ്സും എന്ന രീതിയിൽ കമ്പ്യൂട്ടർ നോളജില് ആണ് 2 കൂട്ടരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി 2ആണ്. ഇനി നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ വരുന്ന പ്രയാസത്തേക്കാൾ അഡ്വാൻറ്റേജ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ പ്രയാസങ്ങളെ എണ്ണി പറഞ്ഞ് ഇവിടെ അത് സോൾവ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ പറയുന്ന ഏത് കാര്യത്തെയും ഇതിന്റെ തൊട്ടു പുറകെ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ആൻസർ ആയിട്ട് തന്നെ ഞാനിവിടെ ചെയ്ത് കാണിക്കാനും പറ്റുന്ന കാര്യമാണ്. കാരണം നമുക്കിപ്പോ ഇപ്പൊ എടുത്താൽ ഒരു 60,000 ഡോക്ടറെങ്കിലും ഇന്നത്തെ ദിവസം ഈ സിസ്റ്റം ഇന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. സോ ആ രീതിയിൽ ഇത് വെൽ വേഴ്സ്ഡ് ആണ്. നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് EMR വരുമ്പോ എനിക്കൊരു ചലഞ്ച് കിട്ടി. അത് ഒരു മിസ്റ്റർ ഡോക്ടർ ഫസൽ മരിക്കാർ എന്ന ട്രിവാൻഡ്രത്തുള്ള ഒരു ഡോക്ടർ എടുത്തുനിന്നാണ്. ഞങ്ങളെ പോലെ പ്രായമുള്ളവരുടെ പ്രിസ്ക്രിപ്ഷൻ ശൈലി എങ്ങനെ കമ്പ്യൂട്ടറൈസ് ചെയ്യാം എന്ന് നോൺ ക്ലിനിക്കൽ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു ചലഞ്ച് ആയിരുന്നു അത്. അദ്ദേഹത്തിന്റെ ചലഞ്ച് ഏറ്റെടുത്ത് ഞങ്ങൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ജെറാൾഡ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഡോക്ടർമാര് ഡിക്ഷണറി അല്ല, സർവവിജ്ഞാന കോശങ്ങളല്ല, നിങ്ങളെ പോലെ സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾ ഈ തൊഴിൽ പരിശീലിക്കപ്പെട്ടവരാണ്, മനുഷ്യരോട് കരുണയോടെ പെരുമാറണമെന്ന് ശീലിക്കപ്പെട്ടവരാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു ഡോക്ടർ കൈകാര്യം ചെയ്യേണ്ടി വരാവുന്ന 48,000-ൽ പരം മരുന്നുകളും ഉപയോഗിക്കേണ്ടി വരില്ല. അതിൽ ചിലപ്പോൾ 200-300 മരുന്നുകൾ ഓരോ മാസവും 1-2 പുതിയത് വന്നേക്കാം. ഇതെല്ലാം കൃത്യമായി ഓർത്തിരുന്ന് എഴുതുന്നത് തുടങ്ങി ഞങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്.
വളരെ സീനിയർ ഡോക്ടറാണ്. 40 കൊല്ലം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇരുന്ന് പിന്നീട് അസീസിയ മെഡിക്കൽ കോളേജിന്റെയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിന്റെയും ഒക്കെ പ്രിൻസിപ്പൾ ആയിരുന്ന ഒരു ഡോക്ടറാണ് പറയുന്നത്, ഞങ്ങൾ കൃത്യമായി ആ മരുന്നുകളുടെ പേരുകൾ ഓർക്കുന്നതിന് പ്രയാസപ്പെടുന്നുണ്ട്. ഒരു പേപ്പറിൽ ഞങ്ങൾ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുത്ത് വരും. ഫാർമസിസ്റ്റിന് ആ എഴുത്ത് കാണുമ്പോ കാര്യം അറിയാൻ ഡൗട്ടിന്റെ ചോദിച്ചോളൂ. ഇതെങ്ങനെ കമ്പ്യൂട്ടറിൽ എത്തുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും? കീബോർഡും മൗസും ഞങ്ങൾക്ക് പ്രയാസമാണ്, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തലായിരുന്നു ആദ്യ 7 കൊല്ലം ചെയ്തത്. ഈ 25 കൊല്ലത്തിൽ 7 കൊല്ലവും അതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമം. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇന്ന് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. ഒരു ഡോക്ടർ ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് നോട്ട് ചെയ്യുന്നതിന് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, എഴുതാനുള്ള സംവിധാനമുണ്ട്, പറയാനുള്ള സംവിധാനമുണ്ട്. ഒരു ഡോക്ടർ കുറച്ചു ദിവസം നമ്മുടെ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഡോളോസിസ് 50 1 each TID for 15 days എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും. ഇതേ ഹോസ്പിറ്റലിൽ മറ്റൊരു ഡോക്ടർ ഈ പാറ്റേണിന് വ്യത്യാസമായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ 2 ഡോക്ടറുടെയും ലോഗിൻ വെച്ചിട്ട് സിസ്റ്റം അത് മെമ്മറൈസ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത ദിവസം ഈ ഡോക്ടർ ഇതേ സിംറ്റംസ് വൈറ്റൽസ് ഉള്ള പേഷ്യന്റിന് ഡി എന്ന് ടൈപ്പ് ചെയ്താൽ അദ്ദേഹം നേരത്തെ ചെയ്തിരുന്ന ആ ഓർഡർ പാറ്റേൺ തന്നെ ലോഡാവും. അതിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. അതുപോലെ തന്നെ റൗണ്ട്സിന് പോകുമ്പോൾ ഡോക്ടേഴ്സ് ഒരു ട്രോളിയൊക്കെ ഫിറ്റ് ചെയ്ത ലാപ്ടോപ്പുമായിട്ട് പോകുന്നതാണ് പലപ്പോഴും IPMRൽ നമ്മൾ പ്രയാസപ്പെടുത്തുന്നത്. കാരണം അവിടെ റൗണ്ട്സിന്റെ സമയത്ത് ഈ ട്രോളിയിൽ നിന്ന് ടൈപ്പ് ചെയ്യലൊന്നും പ്രാക്ടിക്കൽ ആകുന്ന കാര്യമല്ല. എന്നാൽ ടൈപ്പ് ചെയ്താലാണ് ഡേറ്റ ലേണിംഗ് അൽഗോരിതംസ് വർക്ക് ചെയ്യുക. അപ്പൊ ടൈപ്പ് ഡേറ്റ നമുക്ക് വേണം. എങ്ങനെ പോസിബിൾ ആകുക? സോ കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തുകൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിച്ചുകൂടാ? നമ്മൾ എന്തിനാ ടൈപ്പ് ചെയ്യുന്നേ? അവിടെയാണ് നമുക്ക് OPയിലൊക്കെ ഇരിക്കുമ്പോൾ മേശപ്പുറത്ത് വളരെ കൃത്യമായി ടൈപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്യാം. സൈക്യാട്രി പോലുള്ള ഡിപ്പാർട്ട്മെന്റിൽ വളരെ നീണ്ട നോട്ട്സും ഹിസ്റ്ററിയും എഴുതാൻ നേരം വോയിസ് ടു ടെസ്റ്റ് അവിടെ വെച്ച് കൺവേർട്ട് ചെയ്യാം. അത് ഡ്രാഗൺ മൈക്ക് പോലെയുള്ള ഡിവൈസ് ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ 70% കമ്പനികൾ ആക്യുറസി ഓഫർ ചെയ്യുന്നതെങ്കിൽ ഗ്രേപ്സ് IDMRന്റെ ഡോക്ടർ ജി മൊബൈൽ ആപ്പ് ഉപയോഗിക്കുമ്പോൾ 92% ആക്യുറസി ഉണ്ട്. നമുക്ക് വളരെ ചെറിയ എഡിറ്റിങ്ങുകൾ മാത്രം മതി സേവ് ചെയ്യുന്നതിന് മുമ്പ്. അത്രയും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അവിടെ മൂവ് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ നമ്മളുടെ പ്രോഗ്രസ് നോട്ടും ഓർഡേഴ്സും അവിടെ പറഞ്ഞാൽ മതി. സിസ്റ്റം ആ പ്രോഗ്രസ് നോട്ടിനെ ടൈപ്പ് ചെയ്തോളും. ഓർഡർ പറയുമ്പോൾ ആ ഓർഡറിനെ ടൈപ്പ് ചെയ്യുക മാത്രമല്ല, ആ ഓർഡറിനെ ട്രക്ക് ചാർട്ട് ആക്കി കൺവേർട്ട് ചെയ്ത് നേഴ്സിന് കൊടുത്തോളും. ഡോക്ടർ പറയുകയാണ് കാൽപോൾ 500 അടുത്ത 5 ദിവസത്തേക്ക് 2 നേരം കൊടുത്തോളാൻ പറഞ്ഞാൽ അതവിടെ പ്രോഗ്രസ് നോട്ടിൽ ടൈപ്പ് ചെയ്ത് വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഓർഡറിന്റെ ട്രക്ക് ചാർട്ട് പ്രിപ്പയർ ആയി അവിടെ ഇരിക്കുന്നുണ്ടാവും. നേഴ്സിന് പിന്നെ ട്രക്ക് ചാർട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് കൺഫേം ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. സോ ആ രീതിയിൽ നമുക്ക് നമ്മളുടെ ജോലികൾ ഇപ്പൊ പേപ്പറിൽ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒരു ബോർഡിൽ എഴുതണമെങ്കിൽ എനിക്ക് ഇതിന്റെ 10 times ടൈം വേണ്ടി വരും. സോ നമ്മൾ സ്വാഭാവികമായും സംസാരിക്കുന്നത് എഴുതുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞത് 10-1 സമയം ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ OPDകൾ ഇന്ന് പോകുന്നതിനേക്കാൾ സ്പീഡിന് പോകാൻ പറ്റും. IP റൗണ്ട്സ് കുറച്ചുകൂടെ കൂടുതൽ. പലപ്പോഴും നമ്മുടെ നേഴ്സസ് ഒക്കെ ഒറ്റ സെന്റൻസില് നേഴ്സസ് നോട്ട് എഴുതി വെക്കും. കാരണം അങ്ങനെ എഴുതുമ്പോൾ അവരുടെ എഴുതുന്ന സമയം പുതിയ ഏതെങ്കിലും വാചകമോ വാക്കുകളോ എഴുതിയാൽ അതിന്റെ സ്പെല്ലിങ് തെറ്റിയാൽ ഡോക്ടറെ നിന്ന് വഴക്ക് കേൾക്കും എന്നുള്ള പേടി. അങ്ങനെ പല കാരണങ്ങൾ അവരെ വളരെ ചെറിയ നേഴ്സസ് നോട്ടുകൾ എഴുതാൻ പ്രേരിപ്പിക്കുന്നു. അത് കാരണം ഒരു IPയിലെ ഒരു സംഭവം വിശദമായി എഴുതണമെങ്കിൽ അത് എഴുതി കിട്ടാറില്ല IP എപ്പിസോഡുകളിൽ. സോ അവിടെ വോയിസ് ടു ടെസ്റ്റ് ആയത് കാരണം തന്നെ സ്പെല്ലിങ്ങിനെ കുറിച്ച് അവർ ബോധർ ചെയ്യണ്ട. സിസ്റ്റം അത് കറക്റ്റ് ചെയ്തോളും. അവർക്ക് വളരെ അധികം നോട്ട് അതുകൊണ്ട് തന്നെ അവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന ഇംഗ്ലീഷില് ഇന്ത്യൻ ഇംഗ്ലീഷ് സെലക്റ്റഡ് ആണെങ്കിൽ പോലും നമ്മൾ പഠിച്ച സ്കൂളിന്റെയും സ്ഥലത്തിന്റെയും ശൈലി അനുസരിച്ചുള്ള പ്രൊനൗൺസിയേഷൻ ഡിഫറൻസുകൾ ഉണ്ട്. ഞാൻ കൊല്ലംകാരനാണ്, നിങ്ങൾ മലബാറുകാരാണ്. സ്വാഭാവികമായിട്ടും വാക്കുകളുടെ ശൈലിയിൽ വ്യത്യാസമുണ്ട്. സോഫ്റ്റ്വെയറിന് അത് പഠിക്കാനുള്ള കഴിവ് നമ്മൾ അതിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സോഫ്റ്റ്വെയറിനെ അത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അത് നമ്മുടെ ഇന്റേണൽ ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു എക്സാമ്പിളിന് ഞാൻ പറയാം.
പേഷ്യന്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ദാൻ യെസ്റ്റർഡേസ് കണ്ടീഷൻ, വി ക്യാൻ പ്രിപ്പയർ ഫോർ സർജറി എന്ന് പറഞ്ഞാൽ അത് എടുത്തോളും. പക്ഷെ അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രൊണൗൺസിയേഷൻ ശൈലിയിൽ എവിടെ പ്രശ്നമുണ്ട്. സോ ആദ്യത്തെ 5 to 10 days നമ്മൾ എങ്ങനെ ചെയ്യണം? പേഷ്യന്റ് ഈസ് ഗെറ്റിംഗ് ദ സ്പേസ്, ഈച്ച് ആൻഡ് എവരി വേർഡിന്റെ ഇടയിൽ സ്പേസ് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രൊണൗൺസിയേഷൻസിനെ മനസ്സിലാക്കാനുള്ള സാഹചര്യം കൊടുക്കാം. അത് ഈ ഹോസ്പിറ്റൽ തരുന്ന ഡിവൈസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഓൺ ഡിവൈസുകൾ, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ, നിങ്ങളുടെ ടാബ് ആണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തതിൽ കൂടെയും യൂട്യൂബ് സെർച്ച് ചെയ്തതിൽ കൂടെയും വാട്സപ്പിൽ വോയിസ് സെർച്ച് ചെയ്തതിൽ കൂടെയും നിങ്ങളുടെ ശൈലി ആ മൊബൈലിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ലോഡഡ് ആണ്. ഗൂഗിളിന്റെ വോയിസ് ഡിറ്റക്ഷൻ അൽഗോരിതം നിങ്ങളുടെ ശൈലി പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ഓൺ ഡിവൈസസ് IP റൗണ്ട്സിനും OPയിലും ഉപയോഗിക്കുമ്പോൾ ഈ ഗ്യാപ്പ് വരില്ല. എന്നാൽ ഹോസ്പിറ്റൽ IP-യിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസ് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടാകുകയുള്ളൂ. ഇനി ഡിസ്ചാർജ് സമ്മറി അടുത്തൊരു വിഷയമാണ്. പലപ്പോഴും നല്ല ഡിസ്ചാർജ് സമ്മറി ഉണ്ടാക്കാൻ വേണ്ടി സെക്രട്ടറി വെച്ചിട്ടുണ്ടാവും, ജൂനിയർ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഡിസ്ചാർജ് സമ്മറി ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. അതിന് സമയം കിട്ടാറില്ല. കാരണം അത്ര എഴുതി പ്രിപ്പയർ ചെയ്ത് ഒന്നുമില്ല. ബെഡ് സൈഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട്സിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഡിസ്ചാർജ് സമ്മറിയിലെ കമ്പോണൻസ് പറഞ്ഞു കൊടുത്ത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൊബൈലിൽ. അങ്ങനെ കറക്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ സിഗ്നേച്ചറായി, ഡിസ്ചാർജ് സമ്മറി ഇവിടെ റെഡിയായി. അത് പ്രിന്റ് എടുത്ത് കൊടുക്കുകയോ, പേഷ്യന്റിന്റെ ആപ്പ് ഉണ്ട്, അവർക്ക് പ്രിന്റ് കിട്ടണമെന്ന് തന്നെ നിർബന്ധമില്ല. അതിൽ PDF ഫോർമാറ്റിൽ അവർക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ലാബ് റിസൾട്ടുകൾ, പലപ്പോഴും ട്രെൻഡ് റിസൾട്ടുകൾ ഡോക്ടേഴ്സിന് കിട്ടുന്നത് എങ്ങനെയാ? ഡോക്ടർ ഇന്ന് വെരിഫൈ ചെയ്യണം. OPയിലാണെങ്കിൽ പോയി IP-യിൽ കുറച്ചൊക്കെ നേഴ്സസ് ട്രെൻഡ് ഗ്രാഫ് വരച്ച് തരാറുണ്ട്. OPയിലെ ട്രെൻഡ് എങ്ങനെ അറിയും? സോ ഇവിടെ സിസ്റ്റം കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷന്റെ വേരിയേഷൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് തരും. ഇത് IP റൗണ്ട്സിൽ മാത്രമല്ല OPയിലും നമുക്ക് അവൈലബിൾ ആണ്. സോ ഡേറ്റ കൂടുതൽ ആക്യുറസിയോടുകൂടി കിട്ടും. കൂടുതൽ ഡേറ്റ കയറുന്നതനുസരിച്ച് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ 2 എഞ്ചിൻസ് ആണ് വേൾഡ് വൈഡ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നത്. ഒന്ന് നോളജ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം എനേബിൾഡ് EMR-കൾ, മറ്റൊരു കൂട്ട EMR ഉണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി, നോൺ നോളജ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കൂടെ ഒരു സോഫ്റ്റ്വെയറിൽ കമ്പൈൻ ചെയ്ത് വരാറില്ല. കാരണം ആ രീതിയിൽ ഡേറ്റ പോപ്പുലേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. നമ്മൾ ഇവിടെ ഇതിനകം തന്നെ 5 കോടിയിൽ പരം പേഷ്യൻസിന് അക്രോസ് ഇന്ത്യ, പുറത്തെ രാജ്യങ്ങൾ വേറെ, അക്രോസ് ഇന്ത്യ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കൂടെ ഹാൻഡിൽ ചെയ്യപ്പെട്ട് തന്നെ അൽഗോരിതംസ് പലതും ഫൈൻ ട്യൂൺഡ് ആണ്. സോ നമുക്ക് നോളജ് ബേസ്ഡ് ഡിസിഷൻ സപ്പോർട്ടിംഗ് സിസ്റ്റം സീനിയർ ഡോക്ടേഴ്സിന് ഉപയോഗിക്കാം. അതേസമയം തന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് ആയിട്ടൊക്കെ പലപ്പോഴും ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ നൈറ്റ് ഒക്കെ കാഷ്വാലിറ്റി, ഇവിടെ എങ്ങനെ നിലയില്ല, മെജോറിറ്റിയിലും അങ്ങനെ കാണാറുണ്ട്. സോ അവര് ഇരിക്കുമ്പോൾ പ്രയാസപ്പെടാറുണ്ട്. കാരണം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ചെയ്യേണ്ട ജോലി പോലും പൊടുന്നനവേ ഒരു നിമിഷം എമർജൻസി മെഡിസിനിൽ ചെയ്യേണ്ടി വരും. ആ സാഹചര്യത്തിൽ അവർ പതറിപ്പോകാറുണ്ട്. ചിലപ്പോൾ പേന പിടിച്ചിരിക്കുന്ന കൈയൊന്ന് വിറയ്ക്കാറുണ്ട്. സോ അവിടെ ഈ നോൺ നോളജ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ആ ഡോക്ടർ സാധാരണ CPOE കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻസ് ഓർഡർ എൻട്രി ചെയ്യുന്നതിന് എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഡിലേ വന്നാൽ സിസ്റ്റം ആട്ടോ പ്രോംപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ 3 വയസ്സുള്ള കുട്ടി 102 ഡിഗ്രി ഫീവറുമായിട്ട് രാത്രി വന്നപ്പോ ഈ ജൂനിയർ ഡോക്ടർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എങ്കിൽ പീഡിയാട്രീഷ്യൻ ഈ സിനാരിയോയിൽ എന്ത് ഇൻവെസ്റ്റിഗേഷൻസ് എടുത്തു, എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു എന്നത് പ്രോംപ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഡിസിഷൻ മേക്ക് ചെയ്യില്ല, ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ സോഫ്റ്റ്വെയർ ഒരിക്കലും ട്രീറ്റ്മെന്റ് എഴുതാനുള്ള കഴിവ് നമ്മൾ ഇതിൽ ബിൽഡ് ചെയ്തിട്ടില്ല. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ പ്രോംപ്റ്റ് ചെയ്യാനുള്ള കഴിവ് അത് അവരുടെ തന്നെ പ്രീവിയസ് ഇൻഫർമേഷൻസിൽ നിന്ന്. ഞാനിത് പറയുമ്പോ ഒരു ചില ഹോസ്പിറ്റലിലൊക്കെ അല്ലെങ്കിൽ സെമിനാറിനൊക്കെ ഒരു തർക്കം ഉണ്ടാവും. നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ തരുന്നതിനേക്കാൾ ഷാർപ്പായിട്ട് ഞാനൊക്കെ 60 കൊല്ലം വർക്ക് ചെയ്തതാണ്, എനിക്ക് എഴുതാൻ പറ്റുമെന്ന്. അവിടെ നമ്മുടെ ഇവിടെ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒക്കെ ആണ്. നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയുടെ അല്ലെങ്കിൽ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ IP-യിൽ പലപ്പോഴും നമ്മുടെ ലൈഫ് ടൈം ബെസ്റ്റ് ഡിസിഷൻ എടുത്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും.
OP-യിൽ അങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? OP-യിൽ പലപ്പോഴും തിരക്ക് കാരണം 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റിൽ പേഷ്യന്റിന്റെ കഥ മൊത്തം കേട്ട് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടും വായിച്ച് ഡിസിഷൻ അപ്പം എടുക്കേണ്ടി വരും. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ റീസെന്റ് ലൈഫിലെ ബെസ്റ്റ് ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ എൻറ്റയർ ലൈഫിലെ അതേ സാഹചര്യത്തിലെ ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ബ്രെയിനിന് അതിന് സമയം വേണം. നമുക്ക് ആ ഒരു സ്പോട്ടിൽ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് റീസെന്റ് ടൈമുകളിൽ സംഭവിച്ച ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അതൊരിക്കലും ലൈഫ് ടൈം ബെസ്റ്റോ ഇൻഡസ്ട്രി ബെസ്റ്റോ ആയിരിക്കില്ല. എന്നാൽ ഒരു ഡേറ്റ ലേണിംഗ് അൽഗോരിതത്തിന് ഒരു പ്രോംപ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ പ്രോംപ്റ്റ് നമ്മുടെ ബ്രെയിനെ സ്ട്രൈക്ക് ചെയ്യും. സോ ലൈഫ് ടൈം ബെസ്റ്റ് അല്ലെ ഇൻഡസ്ട്രി ബെസ്റ്റ് ഡിസിഷൻ നമ്മളുടെ നിന്ന് വരും. കാരണം സിസ്റ്റത്തിന് ഇമോഷൻസ് ഇല്ലാത്തത് കൊണ്ട് മോർ ആക്യുറേറ്റ് സജഷൻ തരാനേ പറ്റൂ, ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ആ സജഷൻസിനെ നമ്മളുടെ ഇമോഷണൽ ഡിസിഷൻ വെച്ചിട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസ് വിൽ ഗെറ്റ് ബെനിഫിറ്റഡ് ഫ്രം ദാറ്റ്. നമ്മളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ, ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും ഡിജിറ്റലൈസേഷനിൽ AI എനേബിൾഡ് സോഫ്റ്റ്വെയർ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം, ഒരു ഡോക്ടർ ആൾവേസ് ലൈഫിൽ ഒരു കെമിക്കലിന് ഒരു ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുന്നില്ല. പുതിയ കമ്പനി വരും, പുതിയ ബ്രാൻഡ് വരും, പുതിയ മരുന്നിലേക്ക് മാറും, സംഭവിക്കുന്നുണ്ട്. വളരെ റെയർ ട്രീറ്റ്മെന്റുകൾ മാത്രമാണ് ലോങ് ഇയേഴ്സ് ഒറ്റ ബ്രാൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് നമ്മൾ ഈ മാറിയ ബ്രാൻഡ് നമ്മുടെ പേഷ്യൻസിന് ബെനിഫിറ്റ് ചെയ്തു? അവിടെ ഡേറ്റ അനലിറ്റിക്സ് ഇല്ലാതെ പ്രയാസമാണ്. ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അവർ ചെയ്യുന്നത് കുറച്ചു പേർക്ക് പഴയ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യും, കുറച്ചു പേർക്ക് പുതിയ മെഡിസിനിലേക്ക് മാറും, മൊത്തം മാറില്ല. എന്നിട്ട് രണ്ടുപേരുടെയും പിന്നീടുള്ള ഔട്ട്പുട്ടുകളെ മോണിറ്റർ ചെയ്യും, എക്സൽ ഷീറ്റ് ഉണ്ടാക്കും, കമ്പയർ ചെയ്യും, താരതമ്യേന ബെറ്റർ ഏതാണ് എന്റെ പേഷ്യൻസ് എന്ന് ഡിസൈഡ് ചെയ്യും. പക്ഷെ ഇത് എപ്പോഴും നടക്കാറൊന്നുമില്ല. അവിടെയാണ് ഒരു ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസസ് ചെയ്യുന്നുണ്ട്. ഈ ഡോക്ടർ ഇത്രയും കാലം ചെയ്തിരുന്ന ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിന് അറിയാം. അതുമൂലം പേഷ്യൻസിന് ഉണ്ടായ ബെനിഫിറ്റ് അറിയാം. എങ്ങനെ ബെനിഫിറ്റ് അറിയുന്നത്? അവരുടെ റീവിസിറ്റുകളും ആ റീവിസിറ്റിലെ ഇൻവെസ്റ്റിഗേഷൻസിന്റെ റിസൾട്ടും പണ്ടുണ്ടായിരുന്ന റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ബെറ്റർ കുറെ അൽഗോരിതംസ് ആൾറെഡി അവൈലബിൾ. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അത്തരത്തിൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി 68 ക്യൂറിസ് ഫാക്ടറിനെ കുറിച്ച് നമുക്ക് ഫോർമുല ഉണ്ടാക്കപ്പെട്ട് കിട്ടിയതാ. എത്ര ആശുപത്രി ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്? നമുക്ക് നേരത്തെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഒരാളുടെ സ്ട്രോക്കോ കാർഡിയാക് അറസ്റ്റോ ഒക്കെ വരാനുള്ള പോസിബിലിറ്റി. നമ്മൾ എത്ര പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്? 6 മാസം ഒരു പേഷ്യന്റ് കണ്ടിന്യൂസ് ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എടുത്താൽ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അവരുടെ ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്ത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യണം. അവിടെയാണ് ഏതൊരു ഡിജിറ്റലൈസേഷൻ സൊല്യൂഷന്റെ ഗുണം. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നോളും, നമുക്ക് പ്രോംപ്റ്റിംഗ് കിട്ടിക്കോളും. സോ ഇത് ഇങ്ങനെ പറയുമ്പോ എത്രമാത്രം അത് എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്കത് മനസ്സിലാകുക. സോ അതിലേക്കാണ് ഞാനൊന്ന് ക്ഷണിക്കുക. ഇതൊരു ഹൈബ്രിഡ് ആർക്കിടെക്ചർ സോഫ്റ്റ്വെയർ ആണ്. ഒരുപാട് ഡോക്ടർമാർ ചോദിക്കുന്ന ഒരു സിംഗിൾ ചോദ്യമുണ്ട്. ജെറാൾഡ്, കമ്പ്യൂട്ടർ ഒരു ദിവസം ചത്തുപോയാൽ എല്ലാം പോയില്ലേ? കമ്പ്യൂട്ടർ അത്ര സ്റ്റേബിൾ ഒന്നും അല്ലല്ലോ, ഞങ്ങളുടെ നെറ്റ്വർക്ക് അത്ര സ്റ്റേബിൾ അല്ല, കറണ്ട് പോകും. നമ്മുടെ ഹൈബ്രിഡ് ആർക്കിടെക്ചർ സോഫ്റ്റ്വെയർ ആണ്. ഇവിടുത്തെ സെർവറിലും ഡേറ്റ ഉണ്ടാവും, സിംഗ്രണൈസ്ഡ് ഡേറ്റ ഉണ്ടാവും, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം. അതേസമയം കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നിങ്ങളുടെ മൊബൈലോ ടാബോ ഉപയോഗിക്കാം. മൊബൈലില് കമ്പ്യൂട്ടറിനേക്കാൾ പറഞ്ഞാൽ കൂടുതൽ ആക്യുറസി മൊബൈലിൽ കിട്ടും. കാരണം മൊബൈലിൽ 2 മൈക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജി അത്യാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കമ്പ്യൂട്ടറിലൊക്കെ ഒരു മൈക്ക് വെച്ചാൽ ഒറ്റ മൈക്കാണ്. നമ്മുടെ എല്ലാ മൊബൈലിലും ടാബിലും 2 മൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സിൽ നിന്നുള്ള ഒരു ഡിസ്റ്റർബൻസും നമ്മുടെ ഡോക്യുമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. കറക്റ്റ് ആയിട്ട് നമ്മുടെ വോയിസിനെ തന്നെ എടുക്കുന്നതുകൊണ്ട് ആക്യുറസി കൂടുതലാണ്. സോ അത്തരത്തിലുള്ള ആക്യുറസി കിട്ടുന്നു. ഒരു ദിവസം രാവിലെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഒരു ടാബോ നമ്മുടെ മൊബൈലോ എടുത്ത് പേഷ്യന്റെ ഫുൾ ഹിസ്റ്ററി കാണാം, പുതിയ ഹിസ്റ്ററികൾ കൊടുക്കാം, ഓർഡർ കൊടുക്കാം. ഇനി ഇതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ്, ബില്ലിംഗ് ഇല്ല. ഫാർമസി ബില്ലിംഗിന്റെ ആക്യുറസി, ഞാൻ ഫാർമസിസ്റ്റുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് 70% മേളിൽ റീച്ച് ചെയ്യാൻ പ്രയാസപ്പെടുകയാണ്. ഉണ്ടെങ്കിൽ നല്ലത്, അത്രയ്ക്ക് മോണിറ്റേർഡ് ഹോസ്പിറ്റലാണ്. സോ ഒരു 15% എന്തായാലും എറർ വരുന്നുണ്ട്. എവിടൊക്കെ എറർ? ഡോക്ടർ എഴുതിയ ഓർഡേഴ്സ് വായിക്കുന്നതിൽ, അത് ടൈപ്പ് ചെയ്യുന്നതിൽ, ടൈപ്പ് ചെയ്തപ്പോ വന്ന ലിസ്റ്റ് ബില്ലടിക്കുമ്പോ ആ ലിസ്റ്റിൽ നിന്ന് ലുക്ക് ലൈക്ക്, സൗണ്ട് ലൈക്ക്, നോട്ട് ഓൺലി ദ ഡിസ്പെൻസിങ്,
ആ ലിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ വായിച്ചതുമായിട്ട് സിമിലാരിറ്റി തോന്നി മറ്റൊരെണ്ണം സെലക്ട് ചെയ്ത് ബില്ലാക്കുന്നത്. പിന്നെ ആ ബില്ല് വെച്ചിട്ടാണ് ഡിസ്പെൻസിങ് പലപ്പോഴും പോവുക. സോ അവിടെ തുടങ്ങി കാൽക്കുലേഷൻ. ഒരു 3 നേരം കഴിക്കേണ്ട മരുന്ന് 15 ദിവസത്തേക്ക് ഒരു ഗുളിക വീതം എന്ന് പറയുമ്പോ പണ്ട് മാത്തമാറ്റിക്സ് പഠിച്ച പീരീഡിനെ കുറിച്ച് ഓർക്കേണ്ടി വരും. ഈ കാൽക്കുലേഷൻ, സോ അവരിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന സമയനഷ്ടം, ഡോക്ടറെ കാണുന്നത് വരെ പേഷ്യന്റിന് അത്യാവശ്യം പേഷ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് വഴക്കിടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ഫാർമസിയിൽ നീണ്ട ക്യൂ വന്നാൽ ഉണ്ടാകുന്ന അസ്വസ്ഥത, ഈ അസ്വസ്ഥതയെ പേടിച്ച് വളരെ ഫാസ്റ്റ് ആക്കുന്ന ഡിസ്പെൻസിങ്, അതോടുകൂടി ലുക്ക് ലൈക്ക് ആൻഡ് സൗണ്ട് ലൈക്ക് പ്രോബ്ലം ഉള്ള ഡിസ്പെൻസിങ്, അവിടെയൊക്കെ ഡിജിറ്റലൈസേഷൻ. ഇവിടെ മനുഷ്യരാരും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ബില്ലടിക്കണ്ട. ഡോക്ടേഴ്സിന്റെ EMR പക്കാ പോയാൽ കമ്പ്യൂട്ടറിന് അറിയാം എന്ത് ബില്ലാണെന്നുള്ളത്. പേഷ്യന്റ് പുറത്തിറങ്ങി മൊബൈൽ വഴി പേയ്മെന്റ് നടത്തി ബില്ല് സേവ് ചെയ്യാം. അതർവൈസ് ഏതെങ്കിലും കൗണ്ടറിൽ പോയി MR നമ്പർ പറഞ്ഞിട്ട് ബില്ല് എമൗണ്ട് ചോദിക്കാം. അവർ വെറുതെ MR നമ്പർ കൊടുത്താൽ അത് ബില്ല് വന്നോളൂ. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സിമ്പിൾ ഒരു കാര്യം പറഞ്ഞാൽ മതി. ആമസോണിൽ നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ സാധനങ്ങൾ ചൂസ് ചെയ്യുന്നു. ആരവിടെ ബില്ലടിക്കുന്നത്? ആരും ബില്ലടിക്കുന്നില്ല. നമ്മൾ ചൂസ് ചെയ്ത സാധനങ്ങൾ കഴിഞ്ഞാൽ ഉടൻ മോഡ് ഓഫ് പേയ്മെന്റ് ചോദിക്കുന്നത്, കാർഡാണോ NEFT ആണോ എന്ന്. സോ അത് പോസിബിൾ ആണ്, കാരണം ഡേറ്റയാണ് ബില്ലടിക്കേണ്ടത്. സോ ബില്ലിംഗ് എല്ലാ മേഖലയിലും ഓട്ടോമാറ്റിക് അടക്കം ഡിസ്ചാർജ് റെക്കമെൻഡ് ചെയ്ത് 10 മിനിറ്റ് ഡിസ്ചാർജ് ബില്ല് പോസിബിൾ ആണ്. സോ പേഷ്യന്റ് എത്രമാത്രം അത് കംഫർട്ടബിൾ ആയിരിക്കും. സോ ഈ ഒരു മേഖലയിൽ കൂടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഫാസ്റ്റ് എക്സിക്യൂഷൻ, ഡിജിറ്റലൈസേഷൻ ഒരു സ്ഥാപനത്തിന് 3 അഡ്വാൻറ്റേജ് തരുന്നുള്ളൂ. വെറും 3 അഡ്വാൻറ്റേജ്. ഒന്ന്, നമ്മളുടെ ആക്യുറസിയെ കൂട്ടാൻ ഇത് സഹായിക്കും. 2, സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ. 3, ട്രാൻസ്പെറൻസി. ഈ 3 കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഡിജിറ്റലൈസേഷൻ നമ്മളെ സഹായിക്കും.